മലയാളികളുടെ അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലിയും രോഗാതുരമായ ഒരു ജനതയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് പറഞ്ഞു. തൃത്താല വി.കെ. കടവ് ലുസൈൽ പാലസിന് സമീപം കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ ഭക്ഷണ സംസ്കാരം, അനാരോഗ്യകരമായ ജീവിതശൈലി എന്നിവ ഇന്ന് മലയാളികൾക്കിടയിൽ വ്യാപകമായിരിക്കുന്നു. ഇത് രോഗാതുരമായ ഒരു ജനതയെ സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് സർക്കാർ ഇതിനെ ഗൗരവമായാണ് കാണുന്നത്. വിഷവും മായവും കലർന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് മലയാളി പിന്തിരിയേണ്ടതുണ്ട്. കൃഷി സമൃദ്ധി പദ്ധതി ഈ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. പദ്ധതി പ്രകാരം ഓരോ ഭൂപ്രദേശവും ആ പ്രദേശത്തിന് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നതിന് കർമ്മപദ്ധതി ആവിഷ്കരിക്കും. ഇതിലൂടെ ഓരോ പ്രദേശത്തെയും തരിശുനിലങ്ങൾ വിളകിളിറക്കി ഹരിതാഭമാക്കും. കൃഷി സമൃദ്ധി, സുസ്ഥിര തൃത്താല പദ്ധതികൾക്ക് ആവശ്യമായ തുക കേര പദ്ധതിയിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഒരു നാടിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാവാൻ പോവുക. എന്താണ് കൃഷി സമൃദ്ധി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് നമ്മൾ കൃഷിയുടെ പ്രാധാന്യത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കയറേണ്ടതുണ്ട് എന്ന് വരുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇപ്പോൾ വരെയും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. നാളിതുവരെയും ശാശ്വതമായി പരിഹരിക്കാത്ത പ്രശ്നമാണ് അത്. ആ പ്രശ്നത്തിന്റെ പേരാണ് വിശപ്പ് എന്നുള്ളത്. മനുഷ്യനുള്ള കാലം മുതൽ ഉണ്ടായ ഒന്നാണ് വിശപ്പ് എന്നത്. ഇന്നും നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിശപ്പ് എന്നുള്ളത്. ഈ വിശപ്പിനുള്ള പരിഹാര മാർഗം ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഭക്ഷണം കൃഷിയിലൂടെയാണ് ലഭ്യമാവുന്നത്. 95% ഭക്ഷണവും ലഭിക്കുന്നത് കൃഷി ചെയ്തിട്ടാണ്, കൃഷിയിലൂടെയാണ്. ഇതാണ് കൃഷിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ കേരളത്തിന്റെ മുന്നേറ്റം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഫലമായി കാർഷിക മേഖലയിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട കൃഷിക്കൂട്ടങ്ങളുടെയും കർഷകോൽപാദക സംഘങ്ങളുടെയും നേതൃത്വത്തിൽ സമഗ്ര കാർഷിക വികസനത്തിനായി സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പുത്തൻ സമീപനമാണ് കൃഷി സമൃദ്ധി. സംസ്ഥാനത്ത് 107 ഗ്രാമപഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കൃഷി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സംയുക്ത നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭവ സംയോജനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും ജൈവസമ്പത്ത്, കാലാവസ്ഥ, കൃഷിയിടത്തിൻ്റെ പ്രത്യേകത, ജലലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്കനുസരിച്ച് യന്ത്രവൽക്കരണവും പരിശീലനം ലഭിച്ച കർഷക തൊഴിലാളികളുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് പദ്ധതി പ്രകാരം കൃഷിയിറക്കും. മുതിർന്ന കർഷകരായ രാമചന്ദ്രൻ ചുണ്ടയിൽ, ദേവദാസ് കമലാലയത്തിൽ, കർഷക തൊഴിലാളികളായ പരിയാണി തടത്തിൽ, ഉഷ ഇടപ്പലം എന്നിവരെ ആദരിച്ചു. പി മമ്മിക്കുട്ടി എം.എൽ.എ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധുദേവി, വിവിധ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമീപ പ്രദേശത്ത് പച്ചക്കറി തൈനടിയിലും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു. കൃഷിഭൂമി മുതലാളിയുടെ കയ്യിലോ കൃഷിഭൂമി കോർപ്പറേറ്റുകളുടെ കയ്യിലോ ഇരുന്നു കഴിഞ്ഞാൽ വിശപ്പ്, സാധാരണക്കാരന്റെ വിശപ്പ് എന്നതിന് അവൻ വിലയിടുന്ന തരത്തിലേക്ക് എത്തും. അങ്ങനെയുള്ളവർ വിലയിട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരൻ വിശന്നു പൊരിഞ്ഞു മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് കൃഷിഭൂമി സാധാരണ കർഷകരുടെ കൈകളിലാണ് എങ്കിൽ സാധാരണക്കാരന് ഗുണകരമായി അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ആ മുദ്രാവാക്യങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ ഉയർന്നു പൊന്തിയത്.